ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലേറ്റഡ് കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്ലോത്തിനെ 4 ആയിട്ട് മടക്കുക. ഫോൾഡ് ചെയ്ത ശേഷം ആദ്യം ഷോൾഡറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. കൈക്കുഴി 7 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ചെസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റ് 11.5 നമ്മൾ എടുക്കുന്നത്. 11.5 മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വെടുത്തെടുക്കാൻ പോകുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട് നെക്കാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. താഴോട്ട് 7 ഇഞ്ച് നമ്മൾ വി നെക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് നെക്ക് അട മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് നമ്മൾ വെടുത്ത് 3 ഇഞ്ചാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാം. താഴോട്ട് ഷേപ്പിൻ്റെ അവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയുള്ള വെടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 10.5 ഇഞ്ചാണ്. പിന്നെ അത് രണ്ടും കൂടെ യോജിപ്പിക്കുക, ചെസ്റ്റും കൂടെ യോജിപ്പിക്കുക. പിന്നീട് ഈ പ്ലേറ്റ് നമ്മൾ കുറച്ച് താഴത്തെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 15 + 2 17 ആക്കിയിട്ട് താഴെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് വിട്ടിട്ട് ഫ്രണ്ടിലോട്ട് യോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നീട് കൈ കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ കൈക്ക് വേണ്ടി താഴോട്ട് വരച്ച ആടെ പകുതി എടുത്തിട്ട് താഴേന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കൂട്ടി യോജിപ്പിക്കുക. പിന്നെ ഇതുവരെ മാർക്ക് ചെയ്തൊക്കെ കട്ട് ചെയ്യുക. ആദ്യം ബാക്ക് കഴുത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ പ്ലേറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടയാളത്തിനാണ്. ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വെട്ടാണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് 1/2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഫോൾഡ് ചെയ്തപ്പോഴായിരുന്ന ജോയിനിങ്ങൊക്കെ വെട്ടിക്കൊടുക്കുക. ഇനി നെക്ക് കട്ട് ചെയ്യാണ് വേണ്ടത്. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഭാഗവും വേറെ വേറെ ആയിട്ട് മാറ്റിയെടുക്കുക. ഫ്രണ്ടിൻ്റെ കൈക്കുഴിയാണ് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടേണ്ടത് കേട്ടോ. പിന്നെ ഫ്രണ്ട് നെക്ക് വെട്ടി കൊടുക്കുക. ബാക്ക് നെക്ക് ഓൾറെഡി നമ്മൾ വെട്ടിയതാണ്. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ചെയ്യാൻ പോകുന്നത് കൈയാണ്. അപ്പോൾ കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പഠിച്ച പോലെ തന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് 4 ഫോൾഡായിട്ട് മടക്കിയെടുക്കുക. 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. മേലോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. താഴെ നോർമൽ കൈയാണെന്നുണ്ടെങ്കിൽ ഒരു 5 6 മാർക്ക് ചെയ്യുക. നോർമൽ കൈയല്ല, നമ്മളൊരു വീതിയിലുള്ള കൈയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല. വിടത്തിലാണ് നിൽക്കുന്നത്. ഇനി അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട വിടുത്തെടുത്തിട്ട് അവിടെ കട്ട് ചെയ്യുക. നമ്മൾ ലൂസിലാണ് കൈ ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് താഴത്തെ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്തിൻ്റെ പണിയാണ്. അപ്പോൾ മാക്സിമം ഒരു വിടുത്തുള്ള നമുക്ക് എത്രയാണോ വീതി കിട്ടുന്നത് അത്രയും വീതി ഞങ്ങൾ എടുത്തുള്ളൂ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ വിടുത്ത് 44 ഇഞ്ചാണ്. പിന്നെ ലെങ്ത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പിന് എത്ര ലെങ്ത്ത് വേണം ആ ഒരു ലെങ്ത്ത് മൈനസ് മേലത്തെ പാർട്ടിൻ്റെ ലെങ്ത്ത്. നമുക്ക് മൊത്തത്തിൽ 34 ഇഞ്ച് വേണം. അപ്പോൾ 34 - 17 ആണ് എനിക്ക് ഈ താഴെ പ്ലേറ്റ് ഇടുന്ന ക്ലോത്തിൻ്റെ ലെങ്ത്ത് വേണ്ടത്. പിടിച്ചിടാനുള്ള ക്ലോത്തിൻ്റെ വീതി 44 ഇഞ്ച്. അങ്ങനത്തെ 2 പീസ് സെറ്റാക്കാം, ഫ്രണ്ടിലേക്കൊന്നും ബാക്കിലേക്കൊന്നും.
ഇനി സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബാക്ക് നെക്ക് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ടൊരു നീളമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കാം, ഒരു 2.5 ഇഞ്ച് വീതിയിൽ. അത് എന്നിട്ട് മറിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിൽ. ആദ്യം ആ പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, നല്ല വശത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ച് ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. ഇനി അത് ബാക്കിലോട്ട് തിരിച്ചിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് മടക്കി പതിപ്പിച്ച് അടിച്ചു കൊടുക്കുക. വീഡിയോ നല്ലോണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഫ്രണ്ട് നെക്കാണ് ഇതുപോലെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 9 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് നെക്ക് ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യുക. മറിച്ച് അടിച്ചു കൊടുത്തിട്ട് എക്സ്ട്രാസ് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിലോട്ട് അടിച്ച് പതിപ്പിച്ച് കൊടുക്കുക. വീഡിയോ നല്ലോണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ആ ഒരു പീസ് ബാക്കിലായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. വി പോലെ ഷേപ്പിൽ. നെക്ക് ഓൾറെഡി കട്ട് ചെയ്തതാണ്, പക്ഷെ നമ്മൾ പിന്നീട് ആഡ് ചെയ്ത ആ ഒരു കഷ്ണത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പം താഴെ അതും മേലെ നമ്മുടെ ഒറിജിനൽ പീസും വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നീട് വെച്ചിട്ടുള്ള കഷ്ണത്തിൽ ആ നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് മറിച്ച് അടിച്ചിട്ട് ജസ്റ്റ് പതിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പതിപ്പിച്ചടിക്കുക. പതിപ്പിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂട്ടി യോജിപ്പിക്കുകയാണ്. അതിന് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ മുട്ടുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ കൂട്ടി കൊടുക്കുക. ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. 2 ഷോൾഡറും ഇതുപോലെ ചെയ്യുക. ഇനി കൈ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. നല്ല വശത്താണ് നമ്മൾ കൈ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സെൻറ്ററിൽ നിന്ന് വലത്തോട്ടും പിന്നെ സെൻറ്ററിൽ നിന്ന് ഇടത്തോട്ടും കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് വീഡിയോ കറക്റ്റ് ഉണ്ടാവും, മനസ്സിലാവും. കൈ നമ്മൾ കുറച്ച് ലൂസിൽ പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൈയിൻ്റെ താഴെ ഒരു വലിയ സ്റ്റിച്ചിലൊരു അടിയിട്ട് കൊടുത്തിട്ട് ഒരു നൂലിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ പ്ലീറ്റ് ആവും. അതൊരു 8 ഇഞ്ച് ആക്കിയിട്ട് നിർത്തുക. ഇനി ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിലുള്ളൊരു ചെറിയ പീസ് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് കയ്യിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ അതിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. ഇതൊരു കപ്പ് പോലാണ് താഴെ വരുന്നത്. ആ ഒരു പീസ് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് 2 തുണികളും നല്ല വശവും തമ്മിൽ കാണുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. പ്ലേറ്റ് ഇടുന്ന തുണിയുടെ സെൻറ്ററിലും അതുപോലെ തന്നെ ഏതുപോലെയാണോ പ്ലേറ്റ് ഇടുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്ലേറ്റ് ഇടാൻ സുഖമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് കിട്ടും. സെൻറ്ററിലൊരു മാർക്ക് ചെയ്താൽ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മൊത്തത്തിലൊന്ന് കൂട്ടി യോജിപ്പിക്കാനാണുള്ളത്. അപ്പം കൈയിൻ്റെ അവിടുന്ന് മുതൽ താഴെ ടോപ്പ് വരെ നമ്മളൊന്ന് ജസ്റ്റ് കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാം. മറ്റേ ഭാഗവും അതുപോലെ തന്നെ ചെയ്യുക. വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ക്ലോത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ്.
വീഡിയോ കണ്ടാൽ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലുള്ള പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ടോപ്പിൻ്റെ താഴെ മടക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കരുതേ. പുതിയ ട്രെൻഡിങ് ഔട്ട്ഫിറ്റ്സിൻ്റെ ട്യൂട്ടോറിയലുമായി ഇനിയും കാണാം. ബൈ.